ഹലോ, ഉഞ്ഞിറോസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ കാണിക്കുന്നത് കോട്ടണിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ വേഗം നമുക്ക് ഇന്നത്തെ ഓരോ മെറ്റീരിയൽസ് ആയിട്ട് കണ്ടു തുടങ്ങാം. ആദ്യത്തെ മെറ്റീരിയൽ വന്നിട്ട് നല്ല കോട്ടൺ ഫാബ്രിക്കിൽ ബ്ലാക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ മോഡൽ ഏകദേശം ഈ ഒരു മോഡലൊക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതിന് എന്തായിരുന്നു, ദുപ്പട്ടയ്ക്ക് ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഓരോന്ന് എടുക്കുമ്പോൾ ഡീറ്റെയിൽസ് പറയാം. ഇത് കണ്ടോ, ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാച്ച് വർക്കിന്റെ ഡിസൈനിലാണ് ഇതിന്റെ ബോട്ടം അതുപോലെ ദുപ്പട്ടയും വന്നിട്ടുണ്ട്. കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു പാച്ച് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡ് ഭാഗത്തും അതുപോലെ ഈ ഒരു പാച്ച് വർക്കിന്റെ ഉള്ളിലായിട്ട് ഒറിജിനൽ മിറർ കൊടുത്തിട്ടുണ്ട്. പാച്ച് വർക്കിന്റെ സൈഡിലായിട്ട് ചെറിയൊരു എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സെറ്റിന് നല്ലൊരു സെൽഫ് ഡിസൈനും പോയിട്ടുണ്ട്. നല്ല കോട്ടൺ ഫാബ്രിക്കിലാട്ടോ. നിങ്ങൾക്ക് ലൈനിങ് ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള സെറ്റ്. ഇതിന്റെ ലെങ്ത് വരുന്നത് 47 ഇഞ്ച് ലെങ്ത് ആണ് കേട്ടോ ഈ ഒരു സെറ്റിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത് വരുന്നത് 2.25 മീറ്റർ ആണ്. റേറ്റ് വരുന്നത് 1299 ആണ് ഈ ഒരു സെറ്റിന്റെ റേറ്റ്. ഇതുപോലെ വരും കേട്ടോ. ദുപ്പട്ട വന്നിട്ട് നല്ല സോഫ്റ്റ് ഫാബ്രിക്കിലാണ്, കോട്ടൺ ഫാബ്രിക്കിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത്. ഈ സെയിം ഡിസൈൻ ഉണ്ടല്ലോ, ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ദുപ്പട്ട വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബോട്ടം കണ്ടോ, നല്ല അടിപൊളി ബോട്ടാണ് കേട്ടോ. ഈ ഒരു സെയിം ഡിസൈനിൽ തന്നെ ഒരു ചെറിയൊരു ഇങ്ങനെ എന്താ പറയാ, ഒരു ചെറിയൊരു കാന്താ സ്റ്റിച്ച് അല്ല, പക്ഷെ ആ ഒരു മോഡലിലുള്ള അടിപൊളി ഫാബ്രിക്കാണ്. നല്ല കോട്ടൺ ഫാബ്രിക്കാണ്. ഇതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അത്രയും നല്ല ഫാബ്രിക്കാണ് ബോട്ടത്തിന്റെ. ഞാൻ ഇതിന്റെ ലെങ്ത് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. അത്യാവശ്യം ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ബ്ലാക്ക് കണ്ടോ, അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. അതുപോലെ വിട്ടുള്ള നല്ല ഫാബ്രിക് ആണ് കേട്ടോ ബോട്ടത്തിന്റെ. അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇതിന് ബ്ലാക്ക് കളർ ബോട്ട് ഇട്ടാൽ മതി കേട്ടോ. അതല്ല ഈ ഒരു മറൂൺ കളർ ബോട്ട് ഇടണമെങ്കിൽ അതും ഇടാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ റേറ്റ് 1299 ആണ്. അടുത്തത് വന്നിട്ട് ഇതിന്റെ എല്ലാം തന്നെ ബ്ലാക്ക് കളറിലാണ്. അപ്പോൾ ഇതിന്റെ പാച്ച് വർക്കിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. ഇത് വന്നിട്ട് നല്ലൊരു ബ്ലൂ കളറിലാണ് ഇതിന്റെ പാച്ച് വർക്ക് വന്നിട്ടുള്ളത്. റേറ്റ് എല്ലാം സെയിം ആണ് കേട്ടോ. കണ്ടോ, അതുപോലെ സെയിം മോഡൽ തന്നെ 1299 ആണ് റേറ്റ്. ഇതാണ് ഇതിന്റെ ദുപ്പട്ട. അപ്പൊ ബ്ലൂ കളറിലാണ് ഇതിന്റെ ദുപ്പട്ടയും അതുപോലെ ബോട്ടം വന്നിട്ടുള്ളത്. സെയിം ഡിസൈൻ തന്നെ കേട്ടോ. ഡിസൈനിൽ ഒന്നും ഒരു മാറ്റവും ഇല്ല. ഇതാണ് ഇതിന്റെ ബോട്ടം. നമ്മളിപ്പോ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഈ ഒരു ബ്ലാക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഒന്ന് മാറ്റി പിടിക്കാം നമുക്ക്. ഇത് കണ്ടോ, നെക്സ്റ്റ് വന്നിട്ട് കാണുമ്പോ ഭംഗി തോന്നുമ്പോൾ എടുത്തു കൊണ്ടുവരുന്നതാണ്. ഇത് കണ്ട, ഇത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ്, ബ്രൗണും ഒരു ചെറിയൊരു യെല്ലോയും ബ്രൗണും കൂടിയ ഒരു ഷെയ്ഡാണ് കേട്ടോ. അത് നല്ല ഭംഗിയില് കാണാനായിട്ട്. ചിക്കു ഷെയ്ഡ് എന്ന് പറയാൻ പറ്റുമോ? ചിക്കു ഷെയ്ഡ്, ഒരു ഏകദേശം ഒരു ഡാർക്ക് ചിക്കു ഷെയ്ഡിലൊക്കെ വന്നിട്ടുള്ള സെറ്റ്. നല്ല ഭംഗിയുള്ള കളറാണ്. സെയിം മോഡൽ തന്നെ. ചിക്കുന്റെ ലൈറ്റ് അല്ല കേട്ടോ, നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് കൂടിയ ഒരു കളർ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അടിപൊളി കളറാണ്. കണ്ട ബോട്ടം എന്താ, ഇത് അടിപൊളി കളർ കോംബോ ആണ് കേട്ടോ. ബ്ലാക്കില് ഈ ഒരു കളർ കോംബോ ഒന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല. നെക്സ്റ്റ് വന്നിട്ട് എന്താ, ബ്ലാക്കിലൊരു ബ്രിക്ക് റെഡ് ആണ്. സെയിം തന്നെ കേട്ടോ. ഫാബ്രിക് എല്ലാം സെയിം ആണ്. ഇതാണ് ദുപ്പട്ട. അപ്പൊ ഇതില് 4 കളറാണ് നമ്മുടെ അടുത്തുള്ളത് കേട്ടോ. ബോട്ടം വന്നിട്ട് ഇത്. അപ്പൊ ഈ മോഡൽ കഴിഞ്ഞു. നെക്സ്റ്റ് വന്നിട്ട് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയുള്ള സെറ്റാണ്. അടിപൊളി സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇത്. ഇത് നല്ലൊരു ബ്ലാക്കിൽ ചെറിയ ചെറിയ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഒരു ചെറിയൊരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലുതൊന്നുമില്ല, ഒരു ചെറിയൊരു ഇത്രയും വലുപ്പമൊന്നുമില്ല കണ്ടോ. ഒരു ചെറിയൊരു പീസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് 46 ആണ്. 2.25 മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. റേറ്റ് 1299 തന്നെയാണ്. നല്ല ബ്ലാക്ക് കളറില് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഷിഫോൺ ദുപ്പട്ടയാണ്. ഡബിൾ കളറിൽ വന്നിട്ടുള്ള ഷിഫോൺ ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിന് വന്നിട്ടുള്ളത്.
ബോട്ടം കണ്ട, ഇതാണ് കേട്ടോ അതിന്റെ ബോട്ടം. നല്ലൊരു സ്ട്രൈപ്സ് ബോട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ബോട്ടത്തിന് നല്ല ലെങ്ത് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് വെച്ചിട്ടും വേണമെങ്കിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇതിനൊരു ബ്ലാക്ക് കളർ ബോട്ടോ അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരെണ്ണമാണ് ഓപ്പൺ ചെയ്ത് നോക്കിയത്, ബാക്കിയുള്ളതെല്ലാം എങ്ങനെയാന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു ഓപ്പൺ ചെയ്ത് നോക്കിയതിന് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. അടുത്തത് എല്ലാം നമ്മൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് കണ്ട, ഇത് വന്നിട്ട് നല്ല യെല്ലോ കളറിൽ വന്നിട്ടുള്ള അടിപൊളി സെറ്റാണ് കേട്ടോ. നേരത്തെ കാണിച്ച ആ ഒരു സെയിം മോഡൽ തന്നെ 1299 ആണ് റേറ്റ് വരുന്നത്. കണ്ടോ, ഇതാണ് കേട്ടോ. അടുത്തത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഈ ഒരു യെല്ലോ കളറിൽ സ്ട്രൈപ്സ് ബോട്ടാണ് കേട്ടോ. കണ്ടോ, ഇതാണ് ഇതിന്റെ ബോട്ടം. ഇതിന്റെ ബാക്കിൽ ബോട്ടം പീസ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വരും. ഇതിന് വന്നിട്ടുള്ള ദുപ്പട്ട ഇതാണ്. അടുത്തത് നല്ല ബ്ലൂ ആണ്. സെയിം മോഡൽ തന്നെ നല്ല ബ്ലൂ. അതിന് ബ്ലൂ കളറിലുള്ള സ്ട്രൈപ്സ് ബോട്ടം ആണ് വന്നിട്ടുള്ളത്. ബോട്ടം അല്ലാതെ പൊട്ടപ്പുറം വെച്ചിട്ട് മടക്കിയിട്ടുള്ളവര്. അപ്പൊ അതുകൊണ്ട് ഇതാണ് കേട്ടോ ബോട്ടത്തിന്റെ നല്ല പുറം വരുന്നത്. ഇങ്ങനെ വരും. ഇതാണ് ദുപ്പട്ട, ഷിഫോൺ ദുപ്പട്ട കേട്ടോ. അടുത്തത് റെഡ് കളറാണ്. സെയിം മോഡൽ തന്നെ റെഡ് ആണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ഒന്നല്ല കേട്ടോ, ഒരു ലൈറ്റ് റെഡ്, നല്ല റെഡാണ്. ഇതിന്റെ ബോട്ടം പീസ് ഇതാണ് കേട്ടോ. നല്ല സെറ്റല്ല. ചെറിയ പ്രിന്റൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ അടിപൊളിയാട്ടോ. എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, വലിയ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, അതുപോലെ തന്നെ ചെറിയ പ്രിന്റും ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത്. അപ്പൊ ഇത്രയും മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.